നമുക്കറിയാം അന്തരിച്ചുപോയ നടിയായ ശരണ്യ ശശിക്ക് സീമാജി നായർ എന്ന വ്യക്തി എത്രമാത്രം പ്രാധാന്യമുള്ള വ്യക്തിയായിരുന്നു അവരുടെ ജീവിതത്തിലെന്ന്. തൻ്റെ ജീവിതത്തിലെ എല്ലാം ശരണ്യ ശശിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് സീമാജി നായർ. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ശരണ്യ വീണ്ടും ജീവിതത്തിലേക്ക് എത്തുമെന്ന്. ഒരു സഹോദരിയെ പോലെയാണ് ശരണ്യയ്ക്കൊപ്പം സീമാജി നായർ ഉണ്ടായിരുന്നത്. എന്നാൽ ശരണ്യയുടെ വിടവാങ്ങലിന് ശേഷവും ഒരുപാട് പേരെ സീമാജി നായർ സഹായിക്കുന്നുണ്ട് ഇപ്പോഴും. അതിനൊരു ഉദാഹരണമാണ് കോമഡി സ്റ്റാർസിലൂടെയൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള മായാകൃഷ്ണന്റെ ജീവിതത്തിലും പുതിയൊരു വെളിച്ചം പകർന്നിരിക്കുകയാണ് സീമാജി നായർ. ഇതിനെക്കുറിച്ച് താരം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: മായാകൃഷ്ണന്റെ ഒരു പരിപാടി പോലും ഞാൻ ജീവിതത്തിൽ കണ്ടിരുന്നില്ല. ആർട്ടിസ്റ്റ് വിജയകുമാരിയാണ് എന്നെ വിളിച്ച് മായ പാവമാണ്, അവർക്കൊരു വീട് വെച്ച് നൽകണമെന്ന്. ആദ്യം ഞാൻ എടുത്ത വായിൽ തന്നെ പറഞ്ഞത് നോ എന്നാണ്. കാര്യം മറ്റൊരു വ്യക്തിക്ക് ഇതേ സഹായവുമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം നോ പറഞ്ഞത്. പക്ഷേ ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ഥലം ആദ്യം വാങ്ങിച്ചതും വീട് വെച്ചതും മായയ്ക്കാണ്. ആ കുട്ടിക്ക് ആ സമയത്ത് വീടുണ്ടാക്കണമെന്ന് ചിലപ്പോൾ വിധിയുണ്ടായിരിക്കാം. മായ ജീവിക്കുന്ന ചുറ്റുപാട് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. വളരെ ദയനീയമാണ്. ഒരു പരിപാടിക്കൊക്കെ പോയാൽ എന്ത് കിട്ടുമെന്ന് തനിക്ക് വ്യക്തമായി തന്നെ അറിയാം. ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ഷൂട്ടിലാണ് ഇത്രയും സ്കിറ്റുകളെന്ന് ആർക്കും അറിയില്ല. അതിൽ നിന്നും എത്ര കിട്ടുമെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. എന്നാൽ പുറമെ നിന്ന് കാണുന്നവരുടെയൊക്കെ വിചാരം ഇത്രയുമൊക്കെ സ്കിറ്റുകളൊക്കെ ചെയ്യുന്നില്ലേ, അഭിനയിച്ച ലക്ഷങ്ങൾ കിട്ടും എന്നൊക്കെയാണ്. മായയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് വയ്ക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കർത്തവ്യം ഏറ്റെടുത്തതും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതും. സീമാജി നായരെ പോലുള്ളവരുടെയൊക്കെ മനസ്സ് പെട്ടെന്നൊന്നും ആർക്കും ഉണ്ടാവില്ല. കാര്യം അത്രമാത്രം ആളുകളെയാണ് സഹായിക്കുന്നത് അവരാൽ കഴിയുന്നത് വരെ. ഒരുപാട് പേരാണ് സീമാജി നായരെ പ്രശംസിച്ചുകൊണ്ടൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.